ഹലോ നമസ്കാരം ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കപ്പ് ഫയൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഫെബ്രുവരി മാസം നമ്മൾ അവസാനത്തെ ആഴ്ചയിലാണ്. ഈ ഫെബ്രുവരി മാസത്തിൽ ഇതുവരെയുള്ള ഈ സമയത്തിൽ അല്ലെങ്കിൽ ഇത് അവസാനിക്കുന്നതിനുള്ളിലായിട്ട് നിങ്ങൾ പഠിക്കുന്ന പ്രധാന പാഠങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ നിങ്ങൾ പഠിച്ച പ്രധാന പാഠങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ റീഡിങ്ങിൽ നമ്മൾ നോക്കുന്നത്. അപ്പൊ തമ്മില് 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ 3 ഡെക്കുകൾ ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു മീഡിയം ഉപയോഗിക്കുക. എന്നിട്ട് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കണം. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ തമ്മിലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഈ ഫെബ്രുവരി മാസം നിങ്ങളെ പഠിപ്പിച്ച പ്രധാന പാഠങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഓക്കെ, clarify the 2 of swords. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു പാഠം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്താ പറയണ്ടേ, ചിലപ്പോൾ കരിയർ റിലേറ്റഡ് ആയിട്ടായിരിക്കാം കേട്ടോ. കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കാം നിങ്ങൾ പഠിച്ചത്. അതായത് ഇൻഡിപെൻഡന്റ് ആയിരിക്കുക. ജോലിയുടെ കാര്യത്തിൽ കരിയറിൽ നിങ്ങൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് നിങ്ങൾക്കത് ദോഷമാണ്, അല്ലെങ്കിൽ ഒരു പരിധി കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ അതൊരു ഒരു ഒബ്സ്റ്റക്കിൾ ആയിട്ട് മാറും എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് ഇൻഡിപെൻഡന്റ് ആയിട്ടിരിക്കുന്നത് ആണ് കൂടുതൽ സേഫ് എന്നുള്ള ഒരു പാഠം നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അത്രയും അത്യാവശ്യം ഉണ്ടായിരുന്ന ഒരു സമയത്ത്, അത്രയും സപ്പോർട്ട് വേണ്ട ഒരു സമയത്ത് ഈ നിങ്ങൾ ആരൊക്കെയാണോ അത്രയും നാൾ സപ്പോർട്ട് ചെയ്തിരുന്നത്, അത്രയും നാൾ നിങ്ങൾ ഒരു വിശ്വാസം ഉണ്ടായിരുന്നത്, നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നത്, അവരാരും തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിലൂടെ അത് നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക സ്ട്രെസ് ഉണ്ടാക്കിയിട്ടുള്ളതായിട്ട് കാണുന്നു. നിങ്ങളാകെ സ്റ്റക്ക് ആയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. കാരണം നിങ്ങൾ അത്രയും കൺഫ്യൂസ്ഡ് ആയിരുന്നു. നിങ്ങൾക്ക് എന്ത് ചോയ്സ് എടുക്കണം എന്നറിയാത്ത ഒരവസ്ഥയിലാണ്. ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് വളരെ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു. അപ്പൊ അതിൽ നിന്ന് മുന്നോട്ട് പോകാനായിട്ട് ഒരു ഹെൽപ്പ് അത്രയും നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. കാരണം ആ ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് ആ ഒരു സിറ്റുവേഷൻ എളുപ്പം കടക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ആരും തന്നെ, ചിലപ്പോൾ നിങ്ങൾ അതുവരെ ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത ആളുകൾ ആരും തന്നെ നിങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടുള്ളതായിട്ട് കാണുന്നില്ല. അങ്ങനെയാണ് നിങ്ങൾ ആ ഒരു ഡിസിഷനിലേക്ക് എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട ചില ഡിസിഷൻസ്, പ്രത്യേകിച്ച് ഇൻഡിപെൻഡന്റ് ആയിരിക്കുക, സ്വന്തം ഗോൾ, സ്വന്തം ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്യുക, അതിൽ മാത്രം അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിൽ വർക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക, അത് മാത്രമാണ് വേണ്ടത്. അല്ലാതെ ഞാൻ കേൾക്കുന്നത് ഉദാര മനസ്സിന്റെ ആവശ്യമില്ല അങ്ങനെ. ഓക്കെ, അത് അത്രയും നിങ്ങൾക്ക് വേദനിക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ പഠിച്ച പാഠതാണ്. ഓക്കെ, ജോലി സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ എത്ര അടുപ്പം എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെ ഒരു എന്താ പറയാ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് അവിടെ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അൾട്ടിമേറ്റ്ലി അവിടെ ഉള്ളവര് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അവരവരുടെ ലക്ഷ്യങ്ങളാണ് പ്രാധാന്യം, അവരവരുടെ എന്താ പറയുക നിലനിൽപ്പാണ് പ്രാധാന്യം. അപ്പൊ നിങ്ങൾ അവിടെ ഓരോരുത്തരെ ഹെൽപ്പ് ചെയ്തപ്പോൾ അവിടെ നിങ്ങൾ ഇത്രയും കാൽക്കുലേറ്റ് ചെയ്തിട്ടൊന്നും ആയിരിക്കില്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുക, സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പൊ നിങ്ങൾ അതേ തരത്തിലുള്ള ഒരു എന്താ പറയണ്ടേ ഒരു ജനറസ് അപ്രോച്ച് നിങ്ങളുടെ കാര്യത്തിൽ അവര് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തു. ഓക്കെ, പക്ഷെ അവരത് ചെയ്തില്ല. അവർ വളരെ കാൽക്കുലേറ്റിംഗ് ആയിട്ട് അവർ സേഫായി നിൽക്കുന്നതിന് വേണ്ടി, അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തപ്പോൾ അവരാരും തന്നെ നിങ്ങളുടെ ഒപ്പം വന്നിട്ടില്ല, നിങ്ങളെ സഹായിച്ചിട്ടില്ല. അത് നിങ്ങൾക്ക് വളരെയധികം ഷോക്കായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അത്രയധികം ഒരു എന്താ പറയുക ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു അത്. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ ആ പാഠം പഠിച്ചു. ഓക്കെ, അവിടെ ജോലി സ്ഥലത്ത് ആ ഒരു ബൗണ്ടറി, സ്ട്രോങ് ബൗണ്ടറിയുടെ അത്യാവശ്യമുണ്ട്. പിന്നെ അവരവരുടെ ലക്ഷ്യത്തിന് പ്രാധാന്യം കൊടുക്കുക, അവരവരുടെ ഗ്രോത്ത്, കരിയർ ഗ്രോത്തിന് പ്രാധാന്യം കൊടുക്കാൻ മുന്നോട്ട് പോകുക. അങ്ങനെ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് ഞാൻ കാണുന്നു. ഇപ്പൊ കറന്റ് നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗ്രോത്ത് ഉണ്ടാവുന്നതിനും നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രോഗ്രസ് ഉണ്ടാവുന്നതിനും വേണ്ടുന്ന കാര്യങ്ങളുടെ പ്രിപ്പറേഷനിലാണ് എന്നും കൂടെ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഇതാണ് നിങ്ങൾ ആദ്യം പഠിച്ച പാഠം. ഓക്കെ, ക്ലാരിഫൈ ദ 3 of wands. Clarify the page of cups.
ടെമ്പറൻസ്. അതുപോലെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ, ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ സക്സസ്ഫുള്ളി മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് ക്ഷമ ആവശ്യമുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്താ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്താ പറയാ, സെൽഫ് ലവ്. ഓക്കെ, സ്വയം പ്രയോറിറ്റൈസ് ചെയ്യുന്ന, സ്വയം ആ ഒരു സ്നേഹവും കെയറും ഒക്കെ നൽകുന്ന ആ ഒരു പ്രാക്ടീസ്, അതിന്റെ പ്രാധാന്യം, അത് ഇത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സക്സസ്ഫുൾ ആകുന്നതിനും, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമായിട്ട് പെർഫെക്റ്റ്ലി എനർജറ്റിക്കലി അലൈൻഡ് ആകുന്നതിനും, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മാനിഫെസ്റ്റേഷനൊക്കെ എളുപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നതിനും ഈ ഒരു സെൽഫ് ലവ് എന്ന കൺസെപ്റ്റിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ അതൊരു എന്താ പറയാ, ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്രേക്ക് ത്രൂ മൊമെന്റ് ആയിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട പാഠം നിങ്ങൾ ഈ ഫെബ്രുവരി മാസത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സ്വയം നിങ്ങൾ സെക്യൂർ ആകുന്നതിനും, നിങ്ങൾ നിങ്ങളുടെ മോസ്റ്റ് കോൺഫിഡന്റ് വേർഷനിലേക്ക് മാറുന്നതിനും, അതിലേക്ക് അപ്ഗ്രേഡ് ആകുന്നതിനും, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നതിനും, നിങ്ങൾ റൈറ്റ് പാത്തിലായിരിക്കുന്നതിനും എല്ലാം, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് സെൽഫ് ലവ് ആണ്. ആ ഒരു പ്രാക്ടീസിന് വളരെയധികം പവർ ഉണ്ട്. ഓക്കെ, അത് വളരെ പോസിറ്റീവ്ലി തന്നെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്ത്, നിങ്ങളുടെ ഫീലിങ്സിന് പ്രാധാന്യം കൊടുത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്ത്, നിങ്ങളുടെ ആ ഒരു സെൽഫ് റെസ്പെക്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ റിയാക്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങളൊന്നില്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്തത്, അല്ലെങ്കിൽ റിയാക്ട് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ആക്ഷൻ എടുത്തത്, ഒരു ഡിസിഷൻ എടുത്തത് ഈ പറഞ്ഞ പോലെ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്തിട്ടാണ്, ആ ഒരു സെൽഫ് ലവ് എനർജിയിൽ നിന്നുകൊണ്ടാണ്. അതിലൂടെയാണ് നിങ്ങൾക്ക് ഈ ഒരു പാഠം നിങ്ങൾ പഠിച്ചത്. ഓക്കെ, അതിലൂടെ ആ ഒരു ഡിസിഷൻ എടുത്തപ്പോൾ, അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുത്തപ്പോൾ, നിങ്ങൾ അങ്ങനെ റിയാക്ട് ചെയ്തപ്പോൾ, ഇന്ററാക്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടാണ് കാര്യങ്ങൾ പിന്നെ നടന്നത്. ഓക്കെ, അവിടെ നിന്നാണ് നിങ്ങൾക്ക് ആ ഒരു എന്താ പറയണ്ടേ, ആ ഒരു സ്ട്രോങ് ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം, പിന്നെ ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയത്, സെൽഫ് ലവ് എത്രത്തോളം പവർഫുൾ ആണ് എന്നുള്ളത്. ഓക്കെ, നമുക്ക് മൂന്നാമതായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു പ്രധാന പാഠം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ലൈഫിൽ ഒരു ടവർ മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്. ആ ടവർ മൊമെന്റ് എന്ന് പറയുമ്പോൾ അത്ര സുഖകരമായിട്ട് കാണുന്നില്ല. കാരണം 5 of Cups ആണ് അതിന്റെ എനർജി. അതായത് നിങ്ങൾക്ക് ഒരു ഫെയിലിയർ, നിങ്ങൾക്കൊരു നഷ്ടം, ഓക്കെ, നിങ്ങൾക്ക് അത്രയും ഒരു ഹാർട്ട് ബ്രേക്ക്, അങ്ങനെ നിങ്ങൾ അത് ഗ്രീവ് ചെയ്യുന്നുണ്ട്. ആ ഒരു നഷ്ടത്തിൽ, ആ ഒരു ടവർ മൊമെന്റ് കാരണം നിങ്ങൾ വിഷമിക്കുകയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ വിഷമാകുന്നതിന് കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാനിരിക്കുന്നു, കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഉള്ള സയൻസ്, ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളോട് എത്രയോ മുൻപേ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പല രീതിയിൽ, പല മീഡിയം ഉപയോഗിച്ച് യൂണിവേഴ്സ് നിങ്ങളോട് ഇങ്ങനെ ഒരു ടവർ മൊമെന്റ് വരുന്നുണ്ട്, പ്രിപ്പയർഡ് ആയിരിക്കുക, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്, അതിനെ ശ്രദ്ധിക്കുക, ഓക്കെ, അത്രയും ഇന്റൻസിൽ അത് വരാതിരിക്കുന്നതിന് വേണ്ടി പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ള രീതിയിലൊക്കെ ഒരു പക്ഷേ ഈ ഒരു ടവർ മൊമെന്റ് നിങ്ങൾക്ക് ഇത്രയും ഇന്റൻസിറ്റിയിൽ ആവാതെ ഇരിക്കുന്നതിന് വേണ്ടുന്ന പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഇതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, അത് ഒരു തരത്തില് എന്താ പറയാ, കുറച്ചുകൂടെ കോഷ്യസ് ആയിരുന്നെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. കാരണം ആ ചിന്ത കൂടുതൽ വരാൻ കാരണം അത്തരത്തിലുള്ള സയൻസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് സയൻസ്, നിങ്ങളൊരു കീൻ ഒബ്സർവർ ആണ്, നിങ്ങൾ ഈ സയൻസ് കണ്ടിട്ടുമുണ്ട്, പക്ഷെ എന്തുകൊണ്ടോ നിങ്ങൾ അതിന് പ്രാധാന്യം കൊടുത്തില്ല. ഓക്കെ, അതങ്ങനെ അതിന്റെ മനസ്സിന്റെ തോന്നലായിരിക്കും, അങ്ങനെയൊക്കെ വിചാരിച്ച് നിങ്ങൾ അതിനെ വിട്ടുകളഞ്ഞു. അത് ആൻസൈറ്റി കൊണ്ട് ഉണ്ടാകുന്ന തോട്ടാണോ, അല്ലെങ്കിൽ ഇൻറ്റ്യൂഷൻ കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഡൗൺലോഡ് ആണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയില്ല. ഓക്കെ, ആ റിയലൈസേഷൻ ആണ് നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ആ ക്ലാരിറ്റിയാണ് വന്നത്. അതായത് യൂണിവേഴ്സ് എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഏതൊക്കെ രീതിയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്ന ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടായി. ഈ ഒരു അനുഭവത്തിലൂടെയാണ്, അത്ര സുഖകരമായ ഒരു അനുഭവത്തിലൂടെ അല്ല എങ്കിൽ പോലും
നിങ്ങൾക്ക് മനസ്സിലായി ഓക്കെ യൂണിവേഴ്സ് ഇങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഈ രീതിയിലൊക്കെയാണ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം. നമ്മൾ അതനുസരിച്ച് സ്റ്റെപ്സ് എടുക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് പ്രൊട്ടക്റ്റീവ് ആയിട്ട് സേഫ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. ഇത്തരത്തിലുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡൗൺഫോൾ ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുക എന്നുള്ള ഒരു പാഠം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി അങ്ങോട്ട് ലൈഫിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇപ്പോഴൊക്കെ നിങ്ങൾ വളരെ മൈൻഡ്ഫുൾ ആണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ സയൻസ് നിങ്ങൾ അത് കൃത്യമായിട്ട് അത് പ്രത്യേകിച്ച് റിപ്പീറ്റഡ്ലി നിങ്ങൾക്ക് കിട്ടുന്ന സയൻസിലൊക്കെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതനുസരിച്ച് ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ആ ഒരു ചേഞ്ച് വന്നു. ഓക്കെ, നിങ്ങളുടെ ആ ഒരു പാറ്റേണിൽ നിങ്ങൾ ചേഞ്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ഇനി ഗുണകരമായിട്ട് തീരുകയാണ് ചെയ്യുക. പക്ഷെ ആ ഒരു പാഠം നിങ്ങൾ പഠിച്ചത് ഫെബ്രുവരി മാസത്തിലാണ്. ഓക്കെ, ഒന്നില്ലെങ്കിൽ നിങ്ങൾ അത് ഓൾറെഡി അനുഭവിച്ചിട്ടല്ലെങ്കിൽ ഈ ഫെബ്രുവരി അവസാനിക്കുന്നതിനുള്ളിൽ നിങ്ങൾ അത് അനുഭവിക്കുന്നുണ്ട്. പക്ഷെ പറഞ്ഞ പോലെ അതിലൂടെ എന്തായാലും ഇപ്പോൾ നഷ്ടപ്പെട്ടത് അത് അതേ രീതിയിലുള്ളത് അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് യൂണിവേഴ്സ് കൊണ്ടുവരുന്നതാണ്. കാരണം നിങ്ങൾ അവിടെ നിങ്ങളുടെ ഭാഗത്ത് വരുത്തേണ്ട മാറ്റം എന്താണെന്ന് തിരിച്ചറിയുകയും അതനുസരിച്ച് മാറ്റം കൊണ്ടുവരുന്നുണ്ട്. അവിടെയാണ് അതിന് പ്രാധാന്യം. ഓക്കെ, അപ്പൊ ആ ഒരു അതും നിങ്ങൾ ഒരു തരത്തിൽ യൂണിവേഴ്സ് നൽകുന്ന ഒരു ഗൈഡൻസ് ഫോളോ ചെയ്യുന്നത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതുകൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. അപ്പൊ ഇത്രയുമാണ് നിങ്ങൾ പ്രധാനമായി പഠിച്ച 3 പാഠങ്ങൾ ഫെബ്രുവരി മാസത്തില്. ഈ റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ആയി റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ കമന്റ് സെക്ഷനിൽ നൽകിയിട്ടുണ്ട്. പേഴ്സണൽ ടാരോ റീഡിംഗ്സ് സർവീസസിൽ ഞാൻ നൽകുന്ന പ്രധാനപ്പെട്ട ടൈപ്പ് ഓഫ് റീഡിംഗ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കുക, താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പൊ നമുക്ക് നോക്കാം ഫെബ്രുവരി മാസത്തില് നിങ്ങൾ പഠിച്ചിട്ടുള്ള പ്രധാന പാഠങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഫെബ്രുവരി മാസം അവസാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന പ്രധാന പാഠങ്ങൾ എന്തൊക്കെയാണ്. Clarified Ace of Pentacles, clarify the Two of Wands, ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഇതിൽ കാണുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാർഡും കൂടെ നമുക്ക് എടുക്കാം എന്ന് തോന്നുന്നു. നിങ്ങൾ പഠിച്ച ആദ്യത്തെ പ്രധാന പാഠം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടായിട്ട് നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നു അതനുസരിച്ച് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടിയിരിക്കും, അതനുസരിച്ച് നിങ്ങൾക്ക് റിവാർഡ് കിട്ടിയിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന സക്സസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗോൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് ഒരു പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് മുകളിലുള്ള എന്താ പറയണ്ടേ റിവാർഡ്സ്, റെക്കഗ്നിഷൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകിയിരിക്കും എന്നുള്ള ഒരു പാഠമാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ അത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ട ആക്ഷൻസ് എടുത്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അത് കൃത്യമായി നിങ്ങൾ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് റിവാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച ആ ലക്ഷ്യം നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചതിന് മികച്ച രീതിയിൽ നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ വിചാരിച്ചതിനും മുകളിലുള്ള തരത്തിലുള്ള ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അതിൽ നിന്നാണ് നിങ്ങൾ ഈ ഒരു പാഠം പഠിച്ചത്. അതായത് ഇപ്പോൾ ഒരു ലക്ഷ്യം ഉണ്ടാകുന്നുണ്ടോ അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യുക, അതിലേക്ക് എത്തുന്നതിന് യൂണിവേഴ്സ് പറഞ്ഞു തരുന്ന മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകുക, നിരന്തരമായിട്ട് പരിശ്രമിക്കുക. അതിന് മടി വരാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ ടെൻഡൻസി ഒന്നും പാടില്ല. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് ഡിസിപ്ലിൻ ആയിട്ട് ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ഉറപ്പാണ്. അത് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് മികച്ച രീതിയിലുള്ള ഒരു റിസൾട്ട് ഉറപ്പാണ് എന്നുള്ള ഒരു പാഠമാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, clarified lovers, clarified Eight of Cups, ഓക്കെ. ഞാൻ മനസ്സിലാക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ എന്താ പറയണ്ടേ റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലായിരിക്കാം ഇത് ഒരു പക്ഷേ
അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അലൈൻഡ് ആയി എന്ന് വിചാരിച്ച ഒരു എനർജി, ഓക്കെ, അത് നിങ്ങളിൽ നിന്ന് നിങ്ങൾ അതിൽ നിന്ന് ഒന്നില്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾ അതിൽ നിന്ന് വേർപെടുത്തി എന്താ പറയുക മുന്നോട്ട് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അതിൽ ആ ഒരു അലൈൻമെന്റ് സംഭവിച്ചു എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച ആ ഒരു കാര്യം അത് ആക്ച്വലി നിങ്ങൾ അലൈൻഡ് ആയിരുന്നില്ല എന്നുള്ളതും, ഓക്കെ, അതിലൂടെ എന്താ പറയാ നിങ്ങൾക്ക് അതല്ല നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്നത് എന്നുള്ള ഒരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതായത് നിങ്ങൾക്ക് ഓൾറെഡി ഇൻറ്റ്യൂറ്റീവ്ലി ഈ ഒരു കാര്യം ഇതൊരു പാർട്ട്ണർ ആയിരിക്കാം കേട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ചാപ്റ്റർ തുടങ്ങിയതാണ്, ഒരു ന്യൂ എനർജി എൻ്റർ ചെയ്തതാണ്. അത് എൻ്റർ ചെയ്തപ്പോൾ തൊട്ട് നിങ്ങൾക്ക് അറിയാമായിരുന്നു, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ നിങ്ങൾക്ക് ഒരു എന്താ പറയാ അൺസെറ്റിൽഡ് ഫീലിംഗ് എന്ന് പറയില്ലേ, എല്ലാം നന്നായിട്ടാണെങ്കിൽ പോലും എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന്, അല്ലെങ്കിൽ ഇതല്ല എന്നുള്ള ഇതിനെല്ലാം ഞാൻ സെറ്റിൽ ആകേണ്ടത്, അങ്ങനെ ഒരു ശക്തമായ തോന്നൽ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് ആ ഒരു ട്രൂത്ത്, ഓക്കെ, ഇത് നിങ്ങൾക്കുള്ളതല്ല എന്ന സത്യം എന്നോ നിങ്ങളോട് പറയുന്നു, പല രീതിയിൽ നിങ്ങൾ അറിയിക്കുന്നു. പക്ഷെ നിങ്ങൾ ഒന്നുകിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല, അത് നിങ്ങളുടെ വെറും ഇമാജിനേഷൻ ആണ്, ആൻഷ്യസ് തോട്ട്സ് ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾ സ്വയം സമാധാനിച്ച് അതിനെ അവഗണിച്ചിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അതിന് തീരെ ശ്രദ്ധ കൊടുത്തിട്ടില്ല, അത് ചുമ്മാ തോന്നുന്നതാണ്, അങ്ങനെ വളരെ കെയർലെസ് ആയിട്ട് നിങ്ങൾ അതിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു എന്താ പറയണ്ടേ അനന്തരഫലമാണ് ഇപ്പൊ നിങ്ങൾ അനുഭവിച്ചത്, ഓക്കെ, അല്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്നത്. ഇത് ടവർ മൊമെന്റ് ആണ്. അതായത് ഇതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുന്നത് അല്ലെങ്കിൽ പുറത്ത് കടന്നത് വളരെ ഒരു സോഫ്റ്റ് എനർജി അല്ല, വളരെ ഇന്റൻസ് ആയിരുന്നു. ഓക്കെ, ഒരു ഡൗൺഫോൾ ആണ് ഉണ്ടായത്, ഒരു തകർച്ചയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതിപ്പോ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് അത്രമേൽ ഒരു പക്ഷേ ഒരു മിസറബിൾ ആക്കിക്കൊണ്ട്, നിങ്ങൾ അത്രയും വിഷമത്തിലാക്കിക്കൊണ്ട് ഒരു തകർച്ചയിലേക്കാണ് അത് പോയത്. അല്ലെങ്കിൽ ഇതിപ്പോ വേറെ ഒരു ജോലിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വേറൊരു എനർജി ആണെങ്കിൽ തന്നെ അത് നിങ്ങൾക്ക് അത്രമേൽ വേദന തന്നിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയത്, അല്ലെങ്കിൽ അത് പോയിക്കൊണ്ടിരിക്കുന്നത് കറന്റ്ലി. ഓക്കെ, നിങ്ങൾക്ക് എന്നാൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അതിനെ പിടിച്ചു നിർത്തുന്നതിന്. സറണ്ടർ ചെയ്യാന്നല്ലാതെ വേറൊരു ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് അപ്പോഴും അറിയാം, നിങ്ങൾക്ക് ഇത് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഇതിനുള്ള സൈൻ, ഇത് നിലനിൽക്കില്ല എന്നുള്ള ഒരു സത്യം നിങ്ങളോട് എന്നോ യൂണിവേഴ്സ് പറയുന്നതാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഇത്രയും സ്ട്രോങ് ആണ്, ഇത്രയും പവർഫുൾ ആണ്, ഇത്രയും ക്ലിയർ ആണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞത് ഒരുപക്ഷെ ഒരു അനുഭവത്തിലൂടെ ആയിരിക്കാം. ഓക്കെ, എന്ത് തന്നെയാണെങ്കിലും മനസ്സിലുണ്ടാകുന്ന എന്താ പറയണ്ടേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇത്തരം ചിന്തകളെ അതിന് വില കൊടുക്കണമെന്നും അതിനെ എന്താ കെയർലെസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പാടില്ലെന്നും ഉള്ള ഒരു പാഠം നിങ്ങൾ പഠിച്ചത് ഈ ഒരു അനുഭവത്തിലൂടെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും നിങ്ങളുടെ ആ ഇൻറ്റ്യൂഷൻ പറയുന്നത് ഏതൊരു സാഹചര്യത്തിൽ എന്താണ് ഇൻറ്റ്യൂഷൻ പറയുന്നത് എന്നതിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നു, നിങ്ങൾ അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ എന്തുണ്ടാകുമെന്ന് വെച്ചാൽ ലൈഫിൽ കൂടുതൽ എക്സ്പാൻഷൻ കൊണ്ടുവരുന്ന കൂടുതൽ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള എനർജീസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരിക. ഓക്കെ, നിങ്ങളെ കൂടുതൽ എന്താ പറയാ പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഉയരങ്ങളിൽ എത്തിക്കുന്ന, നിങ്ങൾക്ക് കൂടുതൽ വിജയങ്ങൾ നൽകുന്ന എനർജീസ് നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലെ പല മേഖലകളിലേക്കും കടന്നു വരും. ഇതുപോലുള്ള അൺവാണ്ടഡ് എനർജീസ് കടന്നു വരില്ല. ഓക്കെ, അപ്പോൾ ഇത് ചിലപ്പോ നിങ്ങൾക്കൊരു അലൈൻമെന്റ് ഉണ്ട് തോന്നിയിരിക്കാം, അതൊരു എക്സ്റ്റേണൽ അപ്പിയറൻസിന്റെ ബേസിൽ മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് അട്രാക്ഷൻ ആയിരിക്കാം. പക്ഷെ നിങ്ങൾ അത് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തത്. അത് നിങ്ങളുടെ എന്താ പറയാ കോൺഷ്യസ് മൈൻഡ് ആണ് നിങ്ങളെ ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊരു പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഹീൽ ചെയ്യേണ്ടതിന്റെ ഒരു സൂചന ആയിരിക്കാം ഈ ഒരു അനുഭവം. ഓക്കെ, അപ്പൊ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത്, അതിന് ഒരിക്കലും വില കുറഞ്ഞ് കാണാൻ പാടില്ല, അതിന് ശ്രദ്ധ കൊടുക്കണം, അതാണ് സത്യം. ഓക്കെ, ഇൻറ്റ്യൂഷൻ പറയുന്നതാണ് സത്യം ഏതൊരു സാഹചര്യത്തിലും. അതെപ്പോഴും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കണതാവണം എന്നില്ല, പക്ഷെ അതാണ് സത്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് ഹീൽ ചെയ്യേണ്ടത്? ഓക്കെ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡെസ്പറേഷൻ എനർജി, ഒരു ചേസിങ് ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനെ ഹീൽ ചെയ്യുക എന്നുള്ളതും ഈ ഒരു അനുഭവത്തിലൂടെ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ,
ഓക്കെ. ഇനി മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട പാഠം എന്ന് കാണുന്നത് അഗെയിൻ ഒരു ഹാർട്ട് ബ്രേക്ക് എനർജി കാണുന്നുണ്ട്, ഒരു പെയിൻഫുൾ എനർജി. അതായത് ഇത് പാസ്റ്റിൽ നടന്നതാണെന്ന് കാണുന്നു. ഓക്കെ, അതായത് കഴിഞ്ഞു പോയ ഒരു നിങ്ങളെ വേദനിപ്പിച്ച ഒരു സംഭവം, നിങ്ങൾ അതിൽ വളരെ ഇമോഷണലി ഇൻവോൾവ് ആയിരുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക്, അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. അതിനെ ഉപേക്ഷിക്കുക എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരുന്നിരുന്നു എന്ന് കാണുന്നു. പക്ഷേ അതിൽ നിന്ന് പുറത്ത് കടക്കുമ്പോൾ മാത്രമാണ്, അതായത് ഓക്കെ, അതിൽ നിന്ന് പുറത്ത് കടക്കുമ്പോഴേ നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റത്തിനെ നമുക്ക് ലൈഫിലേക്ക് സ്വീകരിക്കാൻ പറ്റൂ എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ അതേസമയം ഹീലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം അത് ധൃതി വെച്ച് ഡെഡ് ലൈൻ വെച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഹീലിംഗിന് അതിൻ്റെതായ സമയം നൽകണം. ഓക്കെ, അവിടെ എന്താ പറയുക, ഒരു തരത്തിലുള്ള ധൃതി പാടില്ല എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും നാളും വേണമെങ്കിൽ നിങ്ങൾ ഹീൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അയ്യോ ഇത് വേഗം ഹീൽ ആവണം, ഇതിന്ന് വേഗം പുറത്ത് വന്നാലേ എനിക്ക് അടുത്ത നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാൻ പറ്റുള്ളൂ, ഇങ്ങനത്തെ ഒരു ഡെസ്പറേഷൻ അല്ലെങ്കിൽ ഒരു ധൃതി മനസ്സിന്റെ ഉള്ളിൽ വളരെയധികം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഹീലിംഗ് പ്രാക്ടീസസിന് ഒരു പൂർണ്ണത ഉണ്ടായിരുന്നില്ല. കാരണം ആ ഹീലിംഗ് നടക്കുന്നതിന് വേണ്ടുന്ന സമയം നിങ്ങൾ നൽകുന്നില്ല. ഇത് വളരെ മനസ്സമാധാനത്തോടെ, ഒരു സ്ലോ മൂവിങ് എനർജിയാണ്, വളരെ മനസ്സമാധാനത്തോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്താ പറയാ, ഒരു തരത്തിലുള്ള ഒരു ഡെസ്പറേഷൻ ഇവിടെ പാടില്ല. പക്ഷെ അത് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതായത് നിങ്ങളുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഇമോഷണലി നിങ്ങൾ അത്ര സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ടായിരുന്നു ഈ ഒരു എന്താ പറയണ്ടേ, ഈ ഒരു അവസ്ഥയിൽ നിങ്ങളായിരുന്നത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ കൂടുതൽ ഒരു ഇമോഷണൽ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് എത്തിത്തുടങ്ങുന്നു. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഹീലിങ്സിന്റെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു റിസൾട്ട് ആയിരിക്കാം. പക്ഷെ നിങ്ങളത് കുറച്ചും കൂടി ഈ ഒരു സിറ്റുവേഷനെ ഒരു തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവിൽ നിന്ന് വാച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഞാൻ ഇത്രയും ധൃതി വെക്കേണ്ട ആവശ്യമില്ല, ഹീലിങ്ങിന് അതിൻ്റെതായ സമയമുണ്ട്. ഓക്കെ, ആ കൃത്യസമയത്ത് ഞാൻ അതിൽ നിന്ന് ഹീൽ ആകുകയും ചെയ്യും, ഞാൻ അതിൽ നിന്ന് പുറത്ത് കടക്കുകയും ചെയ്യും. അതിന് വേണ്ടുന്ന ആക്ഷൻസ്, പ്രാക്ടീസസ് ഞാൻ കൺസിസ്റ്റന്റ് ആയി ചെയ്യുക. പക്ഷെ അതിന് ഡെഡ് ലൈൻ വെക്കാതിരിക്കുക. അപ്പോഴാണ് എനിക്ക് ഒരു മനസ്സിൽ ഒരു പീസ്ഫുൾനെസ്സോട് കൂടെ, ഒരു സ്വസ്ഥതയോട് കൂടെ, സമാധാനത്തോട് കൂടെ ഈ ഒരു ഹീലിംഗ് പ്രാക്ടീസസിൽ ആയിരിക്കാൻ എനിക്ക് പറ്റുള്ളൂ. ആ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാൻ എനിക്ക് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഫ്യൂച്ചറിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞത് ഫെബ്രുവരി മാസത്തിലാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതൊരു പാസ്റ്റിലുള്ള ഒരു ഹാർട്ട് ബ്രേക്ക് ആണെന്ന് കാണുന്നു. അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് നിങ്ങൾ ഇങ്ങനെ എന്താ പറയാ, നിങ്ങൾക്കത് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും, ഹീലിംഗ് ചെയ്യുന്നുണ്ടെങ്കിലും അതിലിങ്ങനെ നിങ്ങൾ കണക്റ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞത് അതാണ്, അത് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അതിനെ വിട്ടൊഴിക്കാൻ പറ്റാത്തത്, ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റാത്തത്, അല്ലെങ്കിൽ ആ തീരുമാനം എടുത്താൽ തന്നെ അതിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്തത് നിങ്ങൾ ഹീലിംഗിന് അതിന് വേണ്ടുന്ന സമയം നൽകുന്നില്ല. ഓക്കെ, അവിടെ നിങ്ങളൊരു ഡെഡ് ലൈൻ വെക്കുകയാണ്. അവിടെ നിങ്ങൾക്കൊരു കോമ്പീറ്റിംഗ് എനർജിയാണ്, എത്രയും പെട്ടെന്ന് ഹീൽ ആവുക, എത്രയും പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യുക. അങ്ങനെ ഒരു ധൃതി, അനാവശ്യമായിട്ടുള്ള ധൃതി, അത് വേണ്ട എന്നുള്ളത്. ഹീലിംഗ് അങ്ങനെയല്ല സംഭവിക്കുക എന്നുള്ളതും, ഹീലിംഗിന് അതിൻ്റെതായ സമയം എടുക്കും. അത് കൃത്യമായിട്ടും അടുത്ത സ്റ്റേജിലേക്ക് അലൈൻഡ് ആവേണ്ട ഒരു സമയത്തേക്ക് ഈ ഒരു കാര്യം, ഈ എനർജി വിട്ടു പോവുകയും ചെയ്യും. കൃത്യമായിട്ട് അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യും. അത് ഡിവൈൻ പ്ലാൻ അനുസരിച്ച് സംഭവിക്കും. നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ ഹീലിംഗ് പ്രാക്ടീസസ് അതിൽ ഫോക്കസ് ചെയ്യുക, ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക, ഇന്നിൽ ജീവിക്കുക. ഗ്രൗണ്ടഡ് ആയി ഇരുന്നു കൊണ്ട് ഇന്നത്തെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളിലും ലഭിക്കുന്ന നല്ല നല്ല അനുഭവങ്ങളിലും ഫോക്കസ് ചെയ്ത് ഹീലിംഗ് പ്രാക്ടീസസ് കൃത്യമായി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക മാത്രമാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ ഒരു എനർജി എപ്പോഴാണ് വിട്ടൊഴിയേണ്ടത് അപ്പൊ അത് വിട്ടു പോവുകയും ചെയ്യും. വരേണ്ട പുതിയ എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു തടസ്സങ്ങളില്ലാതെ എത്തിച്ചേരുകയും ചെയ്യും. ഈ ഒരു പാഠമാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയുമാണ് നിങ്ങൾ ഫെബ്രുവരി മാസത്തിൽ പഠിച്ച പ്രധാനപ്പെട്ട 3 പാഠങ്ങൾ. അല്ലെങ്കിൽ ഇനി ഒരു ആഴ്ചയും കൂടെ ഉണ്ട് ഫെബ്രുവരി അവസാനിക്കാൻ. അപ്പൊ ഈ ഒരു ആഴ്ചയുടെ ഉള്ളിലും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരാം. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. പേഴ്സണൽ ടാരോ റീഡിംഗ് സർവീസസിൽ ഞാൻ നൽകുന്ന പ്രധാനപ്പെട്ട റീഡിങ്സിനെ സംബന്ധിച്ചുള്ള ചെറിയ ഒരു വിവരണം നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിലൂടെ ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സ്ലോട്ട് ബുക്ക് ചെയ്യുന്നതിനായിട്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.
ഹലോ ഗ്രൂപ്പ് 3 നമസ്കാരം. അപ്പോൾ നിങ്ങൾ തമ്മിലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഫെബ്രുവരി മാസം നിങ്ങളെ പഠിപ്പിച്ച പ്രധാന പാഠങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ ഈ മാസം അവസാനിക്കുന്നതിനുള്ളിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന പ്രധാന പാഠങ്ങൾ. ഓക്കെ, clarify the Knight of Pentacles. ഓക്കെ, നിങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച പ്രധാന പാഠം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്തിനെങ്കിലും വേണ്ടി പരിശ്രമിക്കുമ്പോൾ, എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിനായിട്ട് പരിശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു എന്താ പറയണ്ടേ കാലതാമസം ഉണ്ടാവുമ്പോൾ, ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ പ്രതീക്ഷിച്ച നേരത്തെ അത് നടക്കാതിരിക്കുമ്പോൾ അതിനർത്ഥം എന്താ പറയണ്ടേ നിങ്ങൾ ഒരു അൺഫേവറബിൾ സിറ്റുവേഷനിലാണ് എന്നല്ല. ഓക്കെ, യൂണിവേഴ്സിന്റെ ഒരു അനുഗ്രഹം ഇല്ലാത്ത വ്യക്തിയാണെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിന്റെ എന്തോ കുറവ് കൊണ്ടാണെന്നോ അങ്ങനത്തെ ഒരു ചിന്തകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ അത് നടക്കില്ല എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ നിങ്ങൾ തിരിച്ചറിഞ്ഞൊരു കാര്യം അതാണ്, ആ ഒരു എന്താണോ ലക്ഷ്യം അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഭാഗം. ഓക്കെ, എപ്പോൾ നടക്കും എങ്ങനെ നടക്കും എന്നുള്ളത് യൂണിവേഴ്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷെ ഈ പരിശ്രമിക്കുമ്പോൾ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഡിസിപ്ലിൻ ആയിട്ട് ചെയ്യാൻ വേണം. അത് ചെയ്യുമ്പോൾ ഒരു ആത്മവിശ്വാസത്തോടെ വേണം ചെയ്യാൻ. അതായത് എന്റെ ലക്ഷ്യം ഞാൻ നേടിയിരിക്കും, എന്റെ കഴിവുകളെ കൊണ്ട് ഞാൻ എടുക്കുന്ന ആക്ഷൻസിലൂടെ ഞാൻ എന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കും എന്ന ഒരു പൂർണ്ണ വിശ്വാസത്തോടെ, ആത്മവിശ്വാസത്തോടെ അനാവശ്യമായ ചിന്തകളെ കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച്, ഓക്കെ, അതിലൊട്ടും പ്രോത്സാഹിപ്പിക്കാതെ പരിശ്രമിക്കുമ്പോഴാണ്, ക്ഷമയോടെ യൂണിവേഴ്സിന്റെ ടൈമിങ്ങിനെ വിശ്വസിച്ച് യൂണിവേഴ്സിന്റെ പ്ലാനിൽ വിശ്വസിച്ച് പരിശ്രമിക്കുമ്പോഴാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ സുന്ദരമായിട്ടുള്ള രീതിയിൽ യൂണിവേഴ്സ് നമ്മളുടെ ലക്ഷ്യത്തിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ആ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നത്, ആ ഒരു അനുഭവം, അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് വലുതായിരിക്കും. ഒരു കാര്യം, ഒരു പ്രത്യേകിച്ച് ഒരു കാര്യത്തിൽ നിങ്ങൾ അത്രമേൽ ആഗ്രഹിച്ച് നിങ്ങൾ അത്രമേൽ പരിശ്രമിക്കുന്ന ഒരു കാര്യം അത് നടക്കുന്നില്ല എങ്കിൽ, അതിന് കാലതാമസം എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വളരെ മികച്ച രീതിയിലാണ് നടക്കാൻ പോകുന്നത്. അതിന്റെ തയ്യാറെടുപ്പുകളാണ് യൂണിവേഴ്സ് അണിയറയിൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അപ്പൊ അതിലേക്ക് എത്താൻ, അത്രയും മികച്ച രീതിയിലായിട്ടുള്ള ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് നിങ്ങളിലും ചില മാറ്റങ്ങൾ ആവശ്യമാണ്. ആ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയം, ആ ഒരു തയ്യാറെടുപ്പിനുള്ള സമയമാണ് നമ്മൾ വിചാരിക്കുന്ന കാലതാമസം എന്നുള്ള ഒരു തിരിച്ചറിവ്. ഓക്കെ, വളരെ ഡെപ്തിലുള്ള ഒരു റിയലൈസേഷൻ ആണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോ എന്തിലെങ്കിലും ഒരു കാലതാമസം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വിഷമമില്ല. ആക്ച്വലി നിങ്ങൾ വളരെ ഹാപ്പിയാണ്. കാരണം നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് മികച്ച രീതിയിലായിരിക്കും കാര്യങ്ങൾ നടക്കുക. ഓക്കെ, ആ ഒരു സൈൻ, നിങ്ങൾക്ക് അത്രയും വലിയൊരു കൺഫർമേഷൻ എന്തായാലും നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പഠിച്ചൊരു പ്രധാന പാഠം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പുതിയ അധ്യായം നമ്മുടെ ജീവിതത്തിൽ വേണം എന്ന് നമ്മൾ എന്താ പറയാ തീരുമാനിച്ചുകൊണ്ട് നമ്മൾ അതിനായിട്ട് പരിശ്രമിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണോ ഇപ്പോ ആ മേഖലയിൽ നമ്മൾ ഒഴിച്ചു കളയേണ്ടത്. ഓക്കെ, നമ്മുടെ എന്താ പറയണ്ടേ ശുദ്ധീകരണം എന്നൊക്കെ പറയില്ല, അതാണ് ആക്ച്വലി അതാണ് ആദ്യം ചെയ്യേണ്ടത് എന്നുള്ള ഒരു റിയലൈസേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതാദ്യം ചെയ്തിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു അധ്യായത്തിലേക്ക് എത്തുന്നതിന് വേണ്ടുന്ന ആക്ഷൻസ് എടുക്കുമ്പോൾ കൂടുതൽ എളുപ്പത്തില്, കൂടുതൽ വേഗത്തില്, ഓക്കെ, കുറേയും കൂടെ വ്യക്തതയോടെ നിങ്ങൾക്ക് അതിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അവിടെ ഈ ഒരു കൺഫ്യൂഷൻസോ അനാവശ്യമായിട്ടുള്ള തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നത്, ഇപ്പൊ ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു പുതിയ അധ്യായത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലാണ് എങ്കിൽ, കഴിഞ്ഞു പോയ അധ്യായത്തിന്റെ എന്താ പറയണ്ടേ അവശേഷിപ്പുകൾ അതിനെ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യണം, നമ്മുടെ എനർജറ്റിക്കൽ സ്പേസിൽ നിന്ന് നമ്മൾ അതിനെ പൂർണ്ണമായിട്ട് നീക്കം ചെയ്തിരിക്കണം. അതിനാണ് ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത്, അതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ടാണ് അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ ചെന്ന് ചേരുന്നതിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ ചെയ്യേണ്ടത്. ഓക്കെ,
ഈ ഒരു പാറ്റേൺ ഈ ഒരു രീതിയിലാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഈ ഒരു ഓർഡർ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഫെബ്രുവരി മാസത്തിലാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ കഴിഞ്ഞു പോയ ചാപ്റ്ററിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ചാലഞ്ചസ്, പ്രശ്നങ്ങൾ അതൊന്നും റിപ്പീറ്റ് ചെയ്യില്ല എന്നും അടുത്ത ചാപ്റ്ററിലേക്ക് അതൊന്നും വീണ്ടും അതൊന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല എന്നുള്ള ഒരു ഉറപ്പും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളത് മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ കഴിഞ്ഞു പോകുന്ന ഒരു ചാപ്റ്റർ അവസാനിക്കുമ്പോൾ അതിന്റെ അവശേഷിപ്പുകൾ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുക. അതിൽ നിന്ന് നമുക്കത് ഹീൽ ആകാനുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യുക. ഇതിനാദ്യം പ്രാധാന്യം കൊടുക്കുക. എന്നിട്ട് റിലീസ് ചെയ്തതിന് ശേഷം ഹീലിംഗ് അതിന്റെ സൈഡിൽ കൂടെ നടക്കട്ടെ. റിലീസ് ചെയ്തതിന് ശേഷം ഹീലിംഗ് ചെയ്യുന്നതിനോടൊപ്പം പാരലലി അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് വേണ്ടുന്ന ബാക്കി പ്രിപ്പറേഷൻസ്, എന്തെങ്കിലും പുതിയൊരു കാര്യം പഠിച്ചെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം വേറെ ലൈഫ് സ്റ്റൈലൊക്കെ കൊണ്ടുവരണമെങ്കിൽ അതും കൊണ്ടുവരിക. ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ കഴിഞ്ഞു പോയ ചാപ്റ്ററിലെ ഒരു തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഈ പുതിയ ചാപ്റ്ററിൽ റിപ്പീറ്റും ചെയ്യില്ല. കൂടുതൽ പീസ്ഫുൾ ആയിരിക്കും, കൂടുതൽ നിങ്ങൾ അതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഈ ഒരു റിയലൈസേഷൻ, ഈ ഒരു പാഠം നിങ്ങൾ പഠിച്ചത് ഫെബ്രുവരി മാസത്തിലാണ്. ഓക്കെ, നിങ്ങളോട് അടുത്തതായിട്ട് പറയുന്നത് ജീവിതത്തിൽ ഇതുപോലെ തന്നെ ഒരു അവസാനം ഉണ്ടാവുമ്പോൾ ഒരു തുടക്കവും ഉണ്ട്. ഓക്കെ, ആ അവസാനം ഉണ്ടാവുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രസന്റ് മൊമെന്റിലായിരിക്കുന്നതിന്, ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുന്നതിന്, റൂട്ടഡ് ആയിട്ടിരിക്കുന്നതിന് വേണ്ടുന്ന കാര്യങ്ങളെയാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്. അതായത് അവിടെ വളരെ ഒരു വിക്ടിം മൈൻഡ് സെറ്റിൽ പോവാതെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന അനാവശ്യ ചിന്തകളെ പ്രോത്സാഹിപ്പിച്ച് ഒരു വിക്ടിം മൈൻഡ് സെറ്റിൽ പോവാതെ കുറച്ചുകൂടെ മെച്ചോർ ആയിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ ഓക്കെ ഈ അധ്യായം അവസാനിക്കുകയാണ് എന്ന ആ തിരിച്ചറിവ്, അതിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇനി എന്താണ് എനിക്ക് ചെയ്യാൻ സാധിക്കുക, ഈ ഒരു മൊമെന്റിൽ എനിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക, അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിലേക്ക് ഫോക്കസ് ചെയ്ത് അതിലേക്ക് ശ്രദ്ധ കൊടുത്ത് അതൊരു ഓർഡർ കൊണ്ടുവരിക. ഓക്കെ, ഇങ്ങനെ എന്താ പറയാ, അങ്ങനെ ഓർഡർ കൊണ്ടുവന്നിട്ട് ഏതിനാണ് ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് അക്കാര്യങ്ങൾ ആദ്യം ചെയ്യുക. പിന്നെ അതനുസരിച്ച് പ്രാധാന്യത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യേണ്ട ആക്ഷൻസിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് അത് കൃത്യമായി ഫോളോ ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ ഏത് മേഖലയിലാണ് നിങ്ങൾ അവസാനം അനുഭവിച്ചത്, ആ അവസാനം ഉണ്ടായ ഒരു കാര്യം അവസാനിച്ചു പോയിട്ടുള്ള അതേ മേഖലയിൽ തന്നെ നിങ്ങൾക്ക് കൂടുതൽ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കുമെന്ന്, നിങ്ങൾ കൂടുതൽ ഒരു എന്താ പറയുക സമാധാനം നിറഞ്ഞ ഒരു ജീവിതം നയിക്കുമെന്ന്, ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് കൂടുതൽ സമാധാനം കൈവരികയും കൂടുതൽ വിജയം ഉണ്ടാകുകയും ചെയ്യും എന്നുള്ള ഒരു പാഠം നിങ്ങൾ പഠിച്ചത് ഫെബ്രുവരി മാസത്തിലാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇത് കണക്റ്റഡ് ആണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ 3 പാഠങ്ങളാണ് പ്രധാനമായിട്ട് പഠിച്ചിട്ടുള്ളത്. ഇത് 3ഉമാണ് ജീവിതത്തിന് മുന്നോട്ട് പോകുന്നതിന് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ ഓക്കെ, ഈ ഒരു ഗ്രൗണ്ടഡ് ആയി ഇരിക്കാതെ ഈ ഒരു എന്താ പറയാ ഒരു അധ്യായം അവസാനിക്കുമ്പോൾ അതിലാകെ വിഷമിച്ച് എന്തുകൊണ്ട് ഇത് അവസാനിച്ചു, എന്താണ് ഇങ്ങനെ, അങ്ങനെ നമ്മുടെ ചിന്തകളിലേക്ക് അനാവശ്യമായിട്ട് ഉയരുന്ന അപ്പോഴുണ്ടാകുന്ന ചിന്തകൾ അതിനെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കുകയും ഓക്കെ, എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായി തീരും എന്നുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഒരുപക്ഷെ ചിലപ്പം നിങ്ങൾ ആദ്യം അങ്ങനെ ആയിരുന്നിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ആദ്യം ഇത് എന്തുകൊണ്ട് ഇത് അവസാനിച്ചു, എന്താണ് ഇത് അവസാനിക്കേണ്ടത്, എന്റെ ഭാഗത്ത് തെറ്റാണോ, അങ്ങനത്തെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടായപ്പം നിങ്ങൾ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം. അതിലൂടെ നിങ്ങൾ തിരിച്ചറിയാണ്, ഞാൻ കൂടുതൽ ഇതിൽ ചിന്തിക്കും തോറും ഞാൻ കൂടുതൽ കൺഫ്യൂസ്ഡ് ആകുന്നു, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് ഒരു പോയിന്റിൽ നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങൾ അത്തരം ചിന്തകളിൽ നിന്ന് മാറി ഇപ്പൊ എനിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക, എന്റെ ലക്ഷ്യം ഈ ഒരു മേഖലയിൽ ഇന്നത് വേണം എന്നാണ്. ഓക്കെ, ഇതാണ് എന്റെ ലക്ഷ്യം, ഈ ഒരു അധ്യായത്തിലേക്ക് കടക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതിന് എനിക്ക് ഇപ്പോൾ എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ എന്താ പറയാ തിരിച്ചറിഞ്ഞത് കണ്ടെത്തി അതിനെ കൃത്യമായിട്ട് ഏത് ആക്ഷൻ ആണോ ആദ്യം എടുക്കേണ്ടത് എന്ന രീതിയിൽ അതിനെ ഓർഡർ ചെയ്തിട്ട് നിങ്ങൾ അതനുസരിച്ച് ആക്ഷൻ എടുക്കുകയും അവിടെ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വലിയൊരു വിജയം ആ ഒരു അധ്യായത്തിൽ നിങ്ങൾക്ക് വലിയൊരു വിജയത്തോടു കൂടെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുകയും ചെയ്തു എന്ന് കാണുന്നു. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അതിനോട് അത്രമേൽ അടുത്ത് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്.
മാത്രമല്ല എല്ലാത്തിനും ഉപരി ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു മനസ്സമാധാനം ഉണ്ട്. സാധാരണ ആർക്കും അത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ വളരെ ഒരു സമാധാനത്തോടെയാണ് ഈ ഒരു അവസാനത്തെയും ജീവിതത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന പുതിയ തുടക്കത്തിനെയും ഇടയിലുള്ള ഈ ഒരു സമയത്തിൽ നിങ്ങൾ ആയിരിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടും നിങ്ങൾ കഴിഞ്ഞു പോയതിലോ ഇനി വരാനിരിക്കുന്നതിലോ ഫോക്കസ് ചെയ്യാതെ ഇന്നിൽ ഫോക്കസ് ചെയ്ത് ജീവിക്കുന്നത് കൊണ്ടുമാണ് ഈ ഒരു വ്യക്തത ഉണ്ടാകുന്നതും ഈ ഒരു ആത്മവിശ്വാസം നിങ്ങളിലേക്ക് വന്നിട്ടുള്ളതും. ഓക്കെ, അത് തന്നെയാണ് നിങ്ങളുടെ 3D റിയാലിറ്റിയിൽ റിഫ്ലക്ട് ചെയ്ത് ആ ഒരു വിജയമായിട്ട് നേട്ടമായിട്ട് മാറുന്നതും. അപ്പോൾ ഈ ഒരു പാഠം നിങ്ങൾ പഠിച്ചത് ഫെബ്രുവരി മാസത്തിലാണ്. അപ്പൊ ഇത്രയുമാണ് ഗ്രൂപ്പ് 3 നിങ്ങൾ പ്രധാനമായിട്ട് പഠിച്ചിട്ടുള്ള 3 പാഠങ്ങൾ. ഫെബ്രുവരി മാസത്തിലെ അനുഭവങ്ങളിലൂടെ നിങ്ങൾ പഠിച്ച പ്രധാനപ്പെട്ട 3 പാഠങ്ങൾ. ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നൽകുന്ന പേഴ്സണൽ ടാരോ റീഡിംഗ് സർവീസസിന്റെ ഒരു ചെറിയ വിവരണം നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കാണാൻ സാധിക്കും. ദയവേത് അതിലൂടെ ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ സ്ലോട്ട് ബുക്ക് ചെയ്യുന്നതിന്. മറ്റു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.